I would like to invite Mr. Dian from Gate. വേദിയിൽ അവതരിപ്പിക്കുന്നു മലയാളം സ്റ്റോറി ദിയാൻ ഫ്രം ഗ്രേഡ്. ക്ഷണിക്കുന്നു. ZQ നയൻസ് പബ്ലിക് സ്കൂൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. LCQയിലേക്കും 1 മുതൽ 6 ക്ലാസ് വരെയിലേക്ക് 1 മുതൽ 6 ക്ലാസ്സിലേക്കും ഉടൻ ബന്ധപ്പെടുക. അസ്സലാമലൈക്കും. ഞാൻ ഇന്നിവിടെ ഒരു കൊച്ചു കഥ പറയാം. അസ്സലാമലൈക്കും. ഞാൻ ഇന്നിവിടെ ഒരു കൊച്ചു കഥ പറയാൻ പോകുകയാണ്. വിശപ്പ് വിശപ്പ് സഹിച്ചവനെ പച്ചവെള്ളത്തിന്റെ മധുരം അറിയുകയുള്ള ഒരു ചൊല്ലുണ്ട്. ഞാൻ എന്ന് സമൃദ്ധിയിലാണ് ജീവിക്കുന്നത്. ഇഷ്ടമുള്ള ഭക്ഷണവും ഇഷ്ടമുള്ള വസ്ത്രവും ആവശ്യാനുസരണം നമുക്ക് ലഭിക്കുന്നു. എന്നാൽ ഇതൊന്നും ലഭിക്കാത്ത കുറെ കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരു ബാലന്റെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഒരിടത്ത് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു ബാലൻ താമസിച്ചിരുന്നു. ആ ബാലന്റെ പേരാണ് കുട്ടൻ. കുട്ടന്റെ സ്കൂൾ ജീവിതം എന്താണെന്ന് പോലും അവൻ അറിഞ്ഞിരുന്നില്ല. ദാരിദ്ര്യവും കഷ്ടപ്പാടും ആയിരുന്നു അവന് കൂട്ട്. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാത്ത അവന് പഠിക്കാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. അവൻ്റെ വിഷമം കൊണ്ട് അവൻ്റെ അമ്മ അവനെ ഒരു സർക്കാർ സ്കൂളിൽ ചേർത്തു. സ്കൂളിൽ ചെന്നപ്പോൾ എല്ലാവർക്കും പുതിയ ബാഗുകൾ, പുതിയ ചെരുപ്പുകൾ. ഇത് കണ്ടു കുഞ്ഞിൻ്റെ മുഖത്തേക്ക് അമ്മക്ക് നോക്കാനായി കഴിഞ്ഞില്ല. അന്ന് അവിടെ വെച്ച് കുട്ടന് ബാബു എന്നൊരു സുഹൃത്തിനെ ലഭിച്ചു. അവൻ വളരെ ധനികനായിരുന്നു. ഒരു ദിവസം കുട്ടൻ ബാബുവിനോട് ചോദിച്ചു, നിന്റെ വീട് ഓലയാണോ ഓടാണോ? ബാബു പറഞ്ഞു, മാളികപ്പുറമുള്ള വീട്. കുട്ടൻ അതിശയത്തോട് ചോദിച്ചു, മാളികപ്പുറമുള്ള വീടോ? അതെന്താ? ബാബു ചോദിച്ചു, നീ അങ്ങനത്തെ വീടൊന്നും കണ്ടിട്ടില്ലേ? എന്നാൽ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിന്നെ കൊണ്ടുപോകാം. അങ്ങനെ ഒരു ദിവസം ബാബു കുട്ടനെയും കൂട്ടി അവൻ്റെ വീട്ടിലേക്ക് യാത്രയായി. കുട്ടൻ വീട് കണ്ടതും കുട്ടൻ ഞെട്ടിപ്പോയി. അങ്ങനെ അവർ വാതിൽ തുറന്നതും ബോ കുട്ടൻ പേടിച്ചു പോയി. നോക്കിയപ്പോൾ അങ്ങനെയുള്ളൊരു മറ്റൊരു വീട്. അതിനുള്ളിൽ വലിയൊരു പട്ടിക്കുട്ടി. പട്ടിക്കുട്ടിയുടെ മുന്നിൽ എന്താണെന്നോ? വലിയൊരു പാത്രം നിറയെ ഭക്ഷണം. കുട്ടൻ്റെ വായിൽ വെള്ളം മുറി. അങ്ങനെ ഒരിക്കൽ സ്കൂളിൽ ടീച്ചർ എല്ലാവരോടുമായി ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാകണം? ഇത് കേട്ടതും കുട്ടൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായാൽ മതി. ഇത് കേട്ടതും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. പക്ഷേ ചിരി അധികം നേരം ഉണ്ടായില്ല. കുട്ടൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ കൂട്ടുകാരും അധ്യാപകരും അവനെ സഹായിച്ചു. കഷ്ടപ്പാടിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും പഠിച്ചുയരങ്ങളിലെത്തി. കൂട്ടുകാരെ, ഇതിൽ നിന്നിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആഗ്രഹങ്ങളുണ്ടെങ്കിൽ മാത്രമേ പഠിച്ചുയരങ്ങളിൽ എത്താൻ സാധിക്കൂ. അസ്സലാമു അലൈക്കും. Now, education English. Isaac Manal from UCQ.
Respected Chair, Honorable Guests, parents, teachers, and my dear friends, Assalamu alaikum. I had great pleasure and privilege to be here with you. On this precious occasion, I would like to say something about beloved Prophet Muhammad sallallahu alaihi wasallam. Prophet Muhammad sallallahu alaihi wasallam is the last messenger of Allah. Islam is completed by his servant. He was born in Quraysh clan in Mecca. His father passed away before his birthday, and he lost his mother at the age of 6. During that period, Mecca was dominated by bad people, but Prophet Muhammad sallallahu alaihi wasallam, the well-mannered person, people in Mecca called him Al-Amin. Holy Quran is the book revealed to him, and we have to learn Quran and his tradition to be a good Muslim. Let me conclude my words. Assalamu alaikum. Next. പ്രീ പ്രൈമറി മുതൽക്ക് തന്നെ ലോകോത്തര നിലവാരമുള്ള മതഭൗതിക വിദ്യാഭ്യാസ വിപ്ലവങ്ങളാണ് മർക്കസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രംഗത്ത് നൂതനാശയങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് പുതുതലമുറക്ക് മികവുറ്റതും ഗുണനിലവാരമുള്ളതുമായ വൈജ്ഞാനിക പ്രഭയ്ക്ക് ഏതാണ്ട് 8 ആണ്ട് പിന്നിടുന്നു നൈസ് ക്യാമ്പസ്. 2016 25 വിദ്യാർത്ഥികളാൽ തുടക്കം കുറിച്ച ക്യാമ്പസ് ഇന്ന് 300 വിദ്യാർത്ഥികൾക്ക് വെളിച്ചം പകരുന്നു. 2023-24 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. 3 മുതൽ 4 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ. ശിശു സൗഹൃദ AC ക്ലാസ് റൂമുകൾ, ഒരു ക്ലാസ്സിൽ ACC പരിശീലനം ലഭിച്ച 3 അധ്യാപികമാർ, വ്യക്തിഗത മേൽനോട്ടം, ഭാഷ, ഗണിതം, പരിസര പഠനം ഇവയെ കൂട്ടിയിണക്കുന്ന പഠനരീതി, സാൻഫിൻ ക്ലൈഫിൻ വാട്ടർ പൂളുകൾ, മലയാളം, അറബി, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകൾ, KG പഠനത്തോടൊപ്പം ധാർമ്മിക വിദ്യാഭ്യാസം, ഖുർആൻ പാരായണവും മനഃപ്പാഠവും, രക്ഷിതാക്കൾക്ക് മാസാന്ത ട്രെയിനിങ്ങിലൂടെ കുട്ടികളെ വളർത്തുന്നതിനുള്ള ശാസ്ത്രീയ പരിശീലനം, വാഹന സൗകര്യം. അഡ്മിഷൻ ഓപ്പൺ. മെഹബൂബ് അങ്ങ് പടർത്തുന്ന പുഞ്ചിരി വള്ളിയിൽ സിറാത്തിന്റെ മുനക്കുറുപ്പിന് മീതെ ഞാൻ നടക്കും. അങ്ങയുടെ നാമം മാത്രം മതി. എന്റെ മീസാൻ വലത്തോട്ടെടുക്കും. പിന്നെ ഞാൻ കൈവിടിഞ്ഞാലും അങ്ങ് സുജൂദിലുണ്ടെന്ന് നരകത്തിന്റെ മാലകയെ ഞാൻ ഓർമ്മിപ്പിക്കും. വേദിയിൽ NCQA അവതരിപ്പിക്കുന്നു. NCQA വിഭാഗം വോയിസ് അവതരിപ്പിക്കുന്നു. മൗലിദ.